ഞാൻ കമ്മ്യൂണിസ്റ്റുകാരൻ തന്നെയായിരിക്കും. കമ്മ്യൂണിസ്റ്റ് ആവണമെങ്കിൽ CPM ആവണമെന്നില്ല. കമ്മ്യൂണിസ്റ്റ് ജീവിത രീതി തന്നെ ഞാൻ തുടരുക, കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുക. ഒരു വ്യത്യാസമില്ലാണ്ട് എൻ്റെ ജീവിതം. അതെല്ലാവർക്കും, നാട്ടുകാർക്കും എല്ലാവർക്കും അറിയാം. ഞാൻ ഇത്രയും കാലമായിട്ട് ഞാൻ കമ്മ്യൂണിസ്റ്റ് ജീവിത രീതിക്ക് വ്യത്യാസമായിട്ട് അല്ലെങ്കിൽ നിരക്കാത്ത ഒരു കാര്യവും എൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല. ഞാൻ ഇത്രയും കാലമായിട്ടും പാർട്ടിയിൽ ഒരിക്കലെങ്കിലും ഒരു നടപടിയെ സംബന്ധിച്ച് ചർച്ച ചെയ്യേണ്ടി വന്നിട്ടില്ല. ഇത്രയും കാലം നടപടി എടുക്കാതെ ഒരു പാർട്ടിയിൽ കഴിയുന്നത് അത്രയും ചർച്ച ചെയ്യേണ്ടി വന്നില്ല. അത്ര ശരിയായ രീതിയിൽ തന്നെ ഞാൻ പോകുന്നത്. ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഞാൻ കമ്മ്യൂണിസ്റ്റായിട്ട് തന്നെ ഞാൻ തുടരും. എനിക്ക് കമ്മ്യൂണിസ്റ്റ് ജീവിത രീതി വിട്ട് കോൺഗ്രസ് ജീവിതം അല്ലെങ്കിൽ അതിൽ സ്വീകരിക്കാനാണെങ്കില്ല, കമ്മ്യൂണിസ്റ്റ് ജീവിത രീതി തന്നെയാണ്. എന്നോട് കോൺഗ്രസ് നേതാക്കൾ എനിക്ക് പിന്തുണ തരുമ്പോൾ പറഞ്ഞ് മാഷ നിലപാടായിട്ട് നിന്നോന്ന് തന്നെയാണ്. കാരണം ഇപ്പോൾ കമ്മ്യൂണിസ്റ്റുകാർ കോൺഗ്രസ്സുകാരെ പിന്തുണ വാങ്ങിയിട്ടുണ്ടല്ലോ, അതുകൊണ്ട് കോൺഗ്രസ് ആവണമെന്നില്ലല്ലോ. ഇപ്പം തമിഴ്നാട്ടിൽ 2 MP കോൺഗ്രസിൻ്റെ പിന്തുണ കൂടിയിട്ടില്ല. രാജസ്ഥാനിൽ അമൃതാറാം ജയിച്ച എങ്ങനെയാണ്? കോൺഗ്രസിൻ്റെ സപ്പോർട്ടില്ലാണ്ട് അമൃതാറാം ജയിച്ചത് ഉണ്ട്. CPM-ലുണ്ട്. അയാൾ CPM-ലുണ്ട്, കോൺഗ്രസിൻ്റെ ഇത് മേടിച്ചിട്ടല്ലേ. ഞാനിപ്പോൾ കമ്മ്യൂണിസ്റ്റുകാരനാണ്, കോൺഗ്രസ്സുകാർക്ക് പിന്തുണച്ചിട്ടുണ്ട്. ഞാൻ കമ്മ്യൂണിസ്റ്റുകാരൻ തന്നെയാണ്. ഞാനും കോൺഗ്രസ് അല്ലെങ്കിൽ വേറെ ഞാൻ കമ്മ്യൂണിസ്റ്റുകാരനായി തന്നെ ഇതാണ് പ്രവർത്തിച്ചിട്ടാകുമ്പോഴും ഞാൻ കമ്മ്യൂണിസ്റ്റുകാരൻ തന്നെ മരിക്കുമ്പോൾ കമ്മ്യൂണിസ്റ്റിനായിരിക്കും. പക്ഷെ CPM ആയാലേ കമ്മ്യൂണിസ്റ്റ് ആവുന്ന ഒരു സിദ്ധാന്തമില്ല. മനസ്സിലായില്ലേ? അത് CPM-ൻ്റെ സർട്ടിഫിക്കറ്റ് വേണ്ട കമ്മ്യൂണിസ്റ്റ് ആവും. എത്രയോ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുണ്ട്. അതുകൊണ്ട് അതിൽ കമ്മ്യൂണിസ്റ്റായി തന്നെ എൻ്റെ ജീവിതം അവസാനിപ്പിക്കുമെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഇലക്ഷൻ ജയിച്ചതിന് ശേഷം CPM-ലെ ഏതെങ്കിലും സീനിയർ നേതാക്കന്മാരുമായിട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു? ഇല്ല. ആരും വിളിച്ചിട്ടില്ല? നേതാക്കന്മാരാരും വിളിച്ചിട്ടില്ല. പിന്നെ ചില ആളൊക്കെ വിളിക്കാറുണ്ട്, സൗഹൃദമൊക്കെ ഉണ്ട്. നേതാക്കന്മാരാരും വിളിച്ചില്ല, ഞാനും അങ്ങോട്ട് വിളിക്കാനും പോയിട്ടില്ല. താങ്കളുടെ ഒരു ഇന്റർവ്യൂല് ഈ പിണറായി തെരഞ്ഞെടുപ്പ് പിറകിൽ പോയപ്പോൾ താങ്കൾ ഒരു നെഞ്ചിടിപ്പുണ്ടായെന്ന് പറഞ്ഞിട്ടൊരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും ഉണ്ടായിട്ടുണ്ട്. അതെനിക്ക് വളരെ, കാരണം എന്താ, 6 റൗണ്ട് പിണറായി പിറകിൽ നിൽക്കുന്ന സത്യത്തിൽ എനിക്ക് ഭയങ്കര വേദന ഉണ്ടായിട്ടുണ്ട്. നെഞ്ചിടിപ്പല്ല, ഭയങ്കര സംഭവിക്കാൻ പോകുന്നൊരു തോന്നലുണ്ടായിട്ടുണ്ട്. കാരണം എന്തുകൊണ്ടെന്ന് വെച്ചാൽ പിണറായി എന്ന് പറയുന്നത് പിന്നെ കേരളത്തിലെ CPM-ൻ്റെ കരുത്തനായ നേതാവ് തന്നെയാണ്. ഒരുപക്ഷെ CPM-ന് ഇത്രയും കാലം ഇങ്ങനെ ഉടയാതെ ഇങ്ങനെ കൊണ്ടുപോകുന്നതിൽ ഏറ്റവും നേതൃത്വത്തിൽ വന്നിട്ടുള്ള പിണറായി തന്നെയാണ്. അല്ല, അതല്ല, പിണറായിയാണ് ഈ അപജയത്തിന് ആകെ കാരണമെന്ന് ഞാൻ കരുതുന്നില്ല. ഞാൻ അങ്ങനെ കരുതുന്നില്ല. കാരണം എന്താ, പിണറായി ഞാൻ പറഞ്ഞല്ലോ ജില്ലാ സെക്രട്ടറി, ഞാൻ ഏരിയ സെക്രട്ടറിയാണ്. പിണറായി ജില്ലാ സെക്രട്ടറി ആണെന്ന് കിട്ടുന്നത് ഞാൻ ഏരിയ സെക്രട്ടറിയാണ്. അത്രയും അടുത്ത സൗഹൃദം പിണറായി ഞാനുമായിട്ടുണ്ട്. പിണറായി ഒരാളാണ് ഇതിൻ്റെ കാരണക്കാരനാകെ എന്ന് ഞാൻ കരുതുന്നില്ല. പിണറായിക്കും പങ്കുണ്ട്. ഒരു നേതാവ് എന്നുള്ളവർക്ക് തീർച്ചയായിട്ടും എൻ്റെ പങ്ക് പിണറായിക്കുണ്ട്. പക്ഷേ CPM-നകത്ത് വന്നിട്ടുള്ള വരെയാണ്, ഇവരെല്ലാം കൂട്ടായിട്ടുള്ള വരെയാണ്. ഇപ്പോൾ ഉദാഹരണം, ഈ പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഈ കുടുംബാധിപത്യം എന്ന് പറഞ്ഞിട്ടുണ്ടാകാൻ പാടില്ലല്ലോ. വിജയരാഘവൻ്റെ ഭാര്യ MLA ആണ്, മന്ത്രിയാണ്. പിണറായിൻ്റെ മകള്, അങ്ങനെയുള്ള ആൾ വിലയിരുത്തുക, മകളെ ഭർത്താവ്, ആ രീതിയിലാണല്ലോ. അങ്ങനെ കുടുംബങ്ങൾ വീതിച്ചത് ഇവരെല്ലാം തീരുമാനിക്കുന്നത്. അപ്പം പിന്നെ ഗോവിന്ദ മാഷക്ക് തോന്നി, എന്നാൽ പിന്നെ ഇത് നമ്മളിത് ആയിക്കോട്ടെ എന്ന് തോന്നൽ ഗോവിന്ദ മാഷക്ക് വന്നു. യഥാർത്ഥത്തിൽ പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്നു, തൊട്ട് മുമ്പ് പ്രസിഡൻ്റായിരുന്നു. ആ ഒരു ബ്ലോക്ക് പഞ്ചായത്ത്, അതെ, മുമ്പ്. അതിൽ എൻ്റെ ഭാര്യക്ക്, അത് ഏരിയ കമ്മിറ്റി മെമ്പർ, എൻ്റെ ഭാര്യയ്ക്ക് അർഹമായ സ്ഥാനങ്ങൾ കിട്ടിയിട്ടില്ല. എന്തുകൊണ്ട്? ഞാൻ നേതാവായതുകൊണ്ട്. ഒരു ഘട്ടത്തിൽ ഇവർ സാധാരണ മലപ്പട്ടം ഒരു പ്രാദേശികമായിട്ടുള്ള മഹിളാ പ്രവർത്തനവും മറ്റേ പിന്നെ അംഗനവാടി, മറ്റേ മഹിളാ സമാജം, ഇങ്ങനെയുള്ളതായിട്ട് കാര്യങ്ങൾ നടക്കുകയാണ്. വളരെ നന്നായി പ്രവർത്തിക്കുന്ന ഒരു സഖാവിന്. പക്ഷേ ഞാൻ അവരെ ഏരിയ കമ്മിറ്റിയിൽ എടുക്കാൻ ഞാൻ വിസമ്മതിക്കാൻ പറ്റില്ല. അവസാനം എൻ്റെ സഹാക്കളാണ്, നിങ്ങൾ എൻ്റെ സഹാക്കൾ പറഞ്ഞല്ല, നിങ്ങളുടെ ഭാര്യയാണെന്നുള്ളതുകൊണ്ട് അവരെ പ്രൊമോട്ട് ചെയ്യാൻ പറ്റിയിരിക്കാൻ പറ്റും, ഇത്രയും മക്കൾ. അങ്ങനെ അവരുടെ നിർബന്ധത്തിന് അന്ന് അവർ ഏരിയ കമ്മിറ്റിയിൽ പ്രവർത്തിക്കുന്നത്. അല്ല, ഞാൻ പറയാം. അപ്പോൾ അങ്ങനെ വന്നപ്പോഴാണ് ഇവരെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ മത്സരിപ്പിക്കുന്നത്. ഞാൻ അതിൽ ഒരു പങ്കും വഹിച്ചിട്ടില്ല. അന്ന് ഞാൻ പാർട്ടി സെക്രട്ടേറിയറ്റിലും ഇല്ല. ഞാൻ സെക്രട്ടേറിയറ്റില്ല, പാർട്ടി സെക്രട്ടേറിയറ്റാണ് തീരുമാനിക്കുന്നത്. കാരണം അന്ന് അവൾ യഥാർത്ഥത്തിൽ ശ്യാമളയെ പോലെ തന്നെ ഒരുപക്ഷെ അതിനേക്കാൾ മേലെ വരേണ്ട ആളാണ് രമണി. പക്ഷേ രമണി വന്നിട്ടില്ല. അപ്പോൾ അതിലെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഞാനതിനെ നിരുത്സാഹപ്പെടുത്തിക്കൊണ്ടിരുന്നു ഒരു കാലത്ത്. അങ്ങനെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡൻ്റായിട്ടുണ്ട്. കഴിഞ്ഞ് മലപ്പട്ടം പഞ്ചായത്തിൽ, ഗ്രാമപഞ്ചായത്തിൽ ആലോചിക്കുമ്പോൾ വനിത ആലോചിക്കുമ്പോൾ അവരല്ലാണ്ട് വേറെ ഒരാളെ ആലോചിക്കാനുണ്ടാവില്ല പാർട്ടിക്ക്. അങ്ങനെയാണ് അവരെ ആലോചിച്ച് എടുത്തിട്ടുള്ളത്. ഇതിലൊന്നും ഒരു പങ്കും ഞാൻ വഹിച്ചിട്ടില്ല എന്ന് പാർട്ടിക്കാർക്കറിയാം. ഒരു തവണ അവളെ ജില്ലാ പഞ്ചായത്തിൽ മത്സരിച്ചപ്പോൾ അന്ന് കോടിയേരി സെക്രട്ടറിയാണ്. ആ ജില്ലാ കമ്മിറ്റിയിൽ പേര് വന്നപ്പോൾ ഞാൻ പറഞ്ഞു പറ്റില്ല, ഒരു കാരണവശാലും പറ്റില്ല. കാരണം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡൻ്റായപ്പോൾ ഞാൻ പറഞ്ഞു നമ്മുടെ കുടുംബം ഇല്ലാണ്ടായിപ്പോൾ, നിങ്ങൾ അത് ചെയ്യരുത്. അവസാനം ഞാൻ കോടിയേരിയോട്, എന്നിട്ട് പാർട്ടി തീരുമാനിച്ചവളെ ഞാൻ കോടിയേരിൻ്റെ വ്യക്തിപരമായി കണ്ടു. കോടിയേരി ഞങ്ങൾ കുടുംബപരമായിട്ട് അത്രയും ബന്ധമുള്ളവരാണ്. കോടിയേരി ഞങ്ങളുടെ കുടുംബം, കോടിയേരി ഞാനും വ്യക്തിപരമായിട്ടും കുടുംബപരമായിട്ടും
കോടിയേരി പറഞ്ഞു കോടിയേരി കാരണവശാൽ നിർത്തുന്നത് നമ്മുടെ കുടുംബത്തിന് ബാധിക്കും. അങ്ങനെ കോടിയേരി അവസാനം ഇടപെട്ടിട്ട് പറയുന്ന ഒഴിവാക്കി. അങ്ങനെ ഒഴിവാക്കിയിട്ടുണ്ട്. ഞാൻ ഒരു അതിൽ പിന്നെ കാരണം അതിലെന്തെന്ന് വെച്ചാൽ ഞങ്ങൾ രാവിലെ രണ്ടുപേരും പുറപ്പെട്ട് കഴിഞ്ഞാൽ എൻ്റെ മക്കൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, അച്ഛനും അമ്മയും ഇങ്ങനെ പോയാൽ ഞങ്ങൾക്ക് അവർ ഒരു ഘട്ടത്തിൽ അവരെല്ലാം കൂടെ എന്നെ ക്രോസ് വിസ്താരം നടത്തി. ഇവരെല്ലാം വേണം ചെയ്ത് എൻ്റെ 3 മക്കളാണ്. ആ മക്കൾ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ അച്ഛൻ്റെ പാട്ടിനെ കൊണ്ട് നമുക്ക് തന്നിട്ട് ഞങ്ങൾ പഠിക്കുമ്പം ഒന്ന് വന്നിട്ട് മകളുടെ പഠിപ്പ് എങ്ങനെയുണ്ടെന്ന് ചോദിക്കാനുള്ള അവസരം അച്ഛനും അമ്മക്ക് ഉണ്ടായിരുന്നു എന്നുവരെ ക്രോസ് വിസ്താരം നടത്തിയിരുന്നു. അങ്ങനെ ഞങ്ങളൊരു പ്രത്യേകത കൊണ്ടൊന്നല്ല അവർ പഠിച്ചു പോകുമ്പോൾ അവർക്ക് ജോലിയായിരുന്നു. ഞാൻ അവരോടെല്ലാം പറഞ്ഞൊരു കാര്യമുണ്ട്, പാർട്ടിയുടെ ശുപാർശ കൊണ്ടോ പാർട്ടി സ്ഥാപനത്തിലോ ഒരാളും ജോലി നേടാൻ ശ്രമിക്കരുത്. അതിന് നോക്കണ്ട, നിങ്ങൾ സ്വന്തമായി കണ്ടെത്തിക്കൊള്ളണം എന്ന് പറഞ്ഞ ആളാണ് ഞാൻ. എനിക്ക് വേണമെങ്കിൽ ഏതെങ്കിലും എത്ര നേതാക്കന്മാരെ മക്കളും ഭാര്യമാരും ഇന്ന് പാർട്ടി സ്ഥാപനത്തിൽ ബാങ്കിലും ആടിയോടിയും ജോലിയുണ്ട്. എൻ്റെ ഒരു മക്കളും ഇല്ലല്ലോ. ഞാനത് കൃത്യമായിട്ട് അവരോട് പറഞ്ഞു. അങ്ങനെയാണ് ഒരുത്തൻ ഡൽഹിയിൽ, ഒരുത്തൻ ഗൾഫിലൊക്കെ പോയി, ഒരുത്തൻ മാഷായി, ഇങ്ങനെയൊക്കെ അവരെ സ്വന്തം ഇതുകൊണ്ട് പിന്നെ ഇങ്ങനെ ജീവിച്ചു പോകുന്നല്ലാതെ അവരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, പാർട്ടി സ്ഥാപനത്തിൽ ആരും ആഗ്രഹിക്കേണ്ട, പാർട്ടി ശുപാർശ കൊണ്ട് ജോലി നേടാൻ ആരും നോക്കണ്ട. കോൺഗ്രസിന്റെ നേതൃത്വ തലത്തിൽ നിന്ന് താങ്കൾക്കൊരു സപ്പോർട്ടും അല്ലെന്നുണ്ടെങ്കിൽ പുറത്തു വന്നാൽ ഒരു സഹായം എന്നൊരു സന്ദേശം ഉണ്ടായിരുന്നു? അല്ല, ഞാൻ ആദ്യം സ്വതന്ത്രമായി മത്സരിക്കാൻ വേണ്ടിയിട്ടാണ് തീരുമാനിച്ചത്. കോൺഗ്രസിൻ്റെ സപ്പോർട്ടോ UDFിൻ്റെ സപ്പോർട്ടോ ഞാൻ ചോദിച്ചിട്ടില്ല. ഞാൻ മത്സരിക്കാൻ തീരുമാനിക്കുമ്പോൾ ജയിക്കണം എന്ന് വിചാരിച്ചിട്ടുമല്ല, ജയിക്കുമെന്ന് എനിക്ക് പ്രതീക്ഷയില്ല. കാരണം ഞാൻ സ്വതന്ത്രമായി മത്സരിച്ചാൽ എവിടെ ജയിക്കുന്നുള്ള പ്രതീക്ഷയൊന്നും എനിക്കില്ല. എനിക്ക് ജയിക്കാനുള്ളൊരു പ്രതീക്ഷയോട് മത്സരിച്ചതല്ല. ഞാനീ പറഞ്ഞ നിരന്തരമായ ചർച്ച ചെയ്യുകയും നിരന്തരമായി അവഗണിക്കപ്പെടുകയും 10-60 വർഷത്തെ രാഷ്ട്രീയ ജീവിതത്തിൽ ഇങ്ങനെ അവഗണിക്കപ്പെടുകയും ചെയ്യുമ്പോൾ ഉണ്ടായിട്ടുള്ള ഒരു എൻ്റെ മനസ്സിൽ വന്നിട്ടുള്ള ഒരു ശക്തമായിട്ടുള്ള വികാരത്തിനാണ് എൻ്റെ മനസ്സിലുണ്ടായിട്ടുള്ളത്. പ്രതിഷേധം അതെന്ന് പറയുന്നതല്ലേ ആ പാർലമെന്ററി വ്യാമോഹം എന്ന് പറയുന്നത്. പലപ്പോഴും സീറ്റ് കിട്ടാൻ വേണ്ടി ആഗ്രഹിക്കുകയും അത് കിട്ടാതിരിക്കുകയും ചെയ്തതിന്റെ ഒരു അനന്തരഫലമല്ലേ? അതെ, അതിൽ ഈ പാർലമെൻ്ററി വ്യാമോഹം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ 60 കൊല്ലം ഞാൻ ഒരിക്കലും ഒരു നേതാവിൻ്റെ അടുത്തും എനിക്കിങ്ങനെ മത്സരിക്കാൻ താല്പര്യമുണ്ടെന്ന് മത്സരിക്കുന്ന ഒരു കാലത്തും ഞാൻ പറഞ്ഞിട്ടില്ല. ഉണ്ടെങ്കിൽ മുമ്പേ എനിക്ക് അവസരങ്ങൾ ഉണ്ടാക്കിയെടുക്കാം. ഞാൻ അങ്ങനെ ആഗ്രഹിക്കുക. എനിക്ക് ഏറ്റവും ഇഷ്ടം പാർട്ടി സംഘടനാ രംഗത്ത് പ്രവർത്തിക്കുക. ഒരിക്കലും ഞാൻ ആവശ്യപ്പെട്ടിട്ടില്ല. പക്ഷെ പാർട്ടി ഒരിക്കലും ആവശ്യപ്പെട്ടില്ലെങ്കിലും ഇങ്ങനെ ഒരു അവസ്ഥയിൽ പാർട്ടിയാകെ അംഗീകരിക്കാത്ത ഒരാളെ അടിച്ചേൽപ്പിക്കുമ്പോൾ ഞാൻ ഈ 60 കൊല്ലം രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയതിനാണ് ജനങ്ങൾ പലപ്പോൾ പിന്നീട് ചോദിക്കുകയല്ല, നിങ്ങൾ ഈ 10 കൊല്ലം പറ്റുന്നതുകൊണ്ട് ഈ തോന്നിയ വസ്തുവിനെ ചോദ്യം ചെയ്യാൻ കഴിഞ്ഞു എന്ന് ചിലപ്പോൾ എന്നോട് ചോദിക്കുമായിരിക്കും. അതുകൊണ്ട് ഞാൻ എൻ്റെ രാഷ്ട്രീയ ജീവിതം സാർത്ഥകമായി എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ട് അതിനൊരു പ്രതീക്ഷ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്നത് കഴിഞ്ഞ ഒരു വർഷമായിട്ട് CPMന്റെ അകത്തുള്ള ആൾക്കാർ, റബൽസ് എന്ന് പറഞ്ഞ ആൾക്കാരുമായിട്ട് നിരന്തരം ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ ഒരു ഔട്ട്കമാണ് ഇപ്പോൾ ഉണ്ടായിരുന്നത്. അല്ല, അതെ, അതിൽ എനിക്കതിൽ പിന്നെ എന്നോട് അങ്ങനെ ഒരാൾ സംസാരിച്ചിട്ടില്ല. ഞാൻ ഈ VD സതീശനായിരുന്നു എനിക്ക് ഒരു പരിചയമില്ല. KC യോടുള്ള പണ്ടേ ഉള്ള പരിചയങ്ങളാണ്. ചെറുപ്പത്തിൽ KC ആയിട്ട് പരിചയമുണ്ട്. സണ്ണി ജോസഫ് ഞാൻ വളരെ ചെറുപ്പത്തിൽ ഒന്നിച്ച് രാഷ്ട്രീയത്തിൽ എന്ന് പറഞ്ഞാൽ അയാൾ കോൺഗ്രസും ഞാൻ കമ്മ്യൂണിസ്റ്റുമായിട്ട് ഒരേ നാട്ടുകാരാണ്. അപ്പോൾ അങ്ങനെയുള്ള സൗഹൃദം ഇതിന് വരും. ഈ കാര്യത്തിലൊന്നും ഒരു രാഷ്ട്രീയ ഈ സൗഹൃദത്തിൽ ഒരു രാഷ്ട്രീയത്തിനെ കുറിച്ചൊന്നും ഞങ്ങൾ ഇങ്ങോട്ടും ചർച്ച ചെയ്യുന്ന രീതി നമ്മളുണ്ടായില്ല. ഈ സണ്ണി ജോസഫ് അപ്പുറത്ത് ശക്തമായ പ്രസംഗം, ഞാൻ ഇപ്പുറത്ത് അതിശക്തമായി സണ്ണിക്കെതിരെ കോൺഗ്രസിനെതിരെ പ്രവർത്തിക്കുന്നത്. പക്ഷെ സൗഹൃദം അന്നുണ്ട്. ഈ സൗഹൃദം വേണുമായിട്ടും എനിക്ക് സൗഹൃദമുണ്ട്. അതുപോലെ പിന്നെ ഒക്കെ ആയിട്ടുള്ള പിന്നെ ഒരുപാട് കോൺഗ്രസ് നേതാക്കന്മാരായിട്ട് എനിക്ക് സൗഹൃദമുണ്ട്. ഞാനങ്ങനെ ഒരു വ്യക്തിപരമായ വിദ്വേഷം ഒരാളായിട്ട് ഇപ്പോൾ പ്രാദേശിക കോൺഗ്രസ് നേതൃത്വം ഒക്കെ ഞാൻ പാർട്ടിയിലെ നേതാവായിരിക്കുമ്പോൾ തന്നെ എൻ്റെ വീട്ടിൽ വരികയും ഇവൻ്റെ വീട്ടിലെ പരിപാടികൾക്ക് എല്ലാം സജീവമായി പങ്കെടുക്കുകയും ചെയ്യുന്ന ഒരു സൗഹൃദം എനിക്ക് എപ്പോഴും ഉണ്ട്. അത് രാഷ്ട്രീയമായിട്ടുള്ളല്ല, അത് വ്യക്തിപരമായിട്ടുള്ളതാണ്. അതൊന്നും ഇതിനെ ബാധിച്ചിട്ടില്ല. ഇത് ഞാൻ മത്സരിക്കാൻ തീരുമാനിച്ചപ്പോൾ അവരിങ്ങോട്ട് പറയാതില്ല, ഞാൻ അങ്ങോട്ട് ചോദിച്ചിട്ടില്ല. കോൺഗ്രസ് നേതാക്കന്മാർ ഇപ്പോൾ വേണു പറഞ്ഞിട്ടുണ്ട്, പിന്നെ സണ്ണി പറഞ്ഞിട്ടുണ്ട്, ഇവരൊക്കെ പറഞ്ഞു മാഷ് ഞാൻ പത്രസമ്മേളനം നടത്തിയല്ലോ. പത്രസമ്മേളനം നടത്തിയപ്പോൾ പത്രസമ്മേളനത്തിൽ പറഞ്ഞ കാര്യങ്ങളിൽ മാഷ് ഉറച്ചു നിൽക്കുകയാണെങ്കിൽ ഞങ്ങൾ പിന്തുണയാണ്. ഞാൻ പറഞ്ഞ നിലപാട് ഞാൻ ഉറച്ചു നിൽക്കുന്നുണ്ട്. പക്ഷേ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി എന്നുള്ള നിലയ്ക്ക് ഞാൻ മത്സരിച്ച് കഴിഞ്ഞാൽ എനിക്ക് യാതൊരു വിധത്തിലുള്ള പ്രതിഷേധം വെറുതെ ഇങ്ങനെ പറയാമെന്നല്ലാതില്ല. അപ്പോൾ UDF പിന്തുണ വന്നപ്പോൾ സ്വാഭാവികം ഞാൻ UDFിൻ്റെ പിന്തുണ സ്വീകരിച്ചിട്ടുണ്ട്. ഒരു 50 കൊല്ലത്തിലധികം ഉറച്ചു നിന്ന ഒരു പ്രത്യയശാസ്ത്രം, അതിൽ ഏറ്റവും കൂടുതൽ എതിർത്തിരുന്നത് കോൺഗ്രസിനെയാണ്. അതിനെ ഒരു ഇരട്ടി ഒളുക്കുമ്പോഴത്തേക്ക് അവിടെ പോയി നിൽക്കുമ്പോഴത്തേക്ക് അതിലൊരു മനസാക്ഷി കുത്തൊന്നും തോന്നിയത് ഇല്ല. മനസാക്ഷി കുത്തില്ല, മാനസികമായ വിഷമുണ്ടായിട്ട് മനസാക്ഷി കുത്തില്ല. ഞാൻ ചെയ്തത് ഏറ്റവും ശരിയാണെന്ന് ഞാൻ കരുതുന്നത്.
പാർട്ടി ഒരുപാട് സ്ഥാനങ്ങൾ തന്നിട്ടുണ്ട്. ഇപ്പൊ പാർട്ടി സംഘടന ചുമതല മാത്രമല്ല, പരിഹാരം തന്നിട്ടുണ്ട്, പിന്നെ ഒരു പൊതുമേഖലാ സ്ഥാപനത്തിന്റെ ഇത് തന്നിട്ടുണ്ട്, ധാരാളം ഇത് തന്നിട്ടുണ്ട്. ഞാൻ അങ്ങയുടെ പല ഇന്റർവ്യൂ കണ്ടപ്പോൾ എനിക്ക് തോന്നിയ ഒരു സാധനം, അങ്ങ് വളർത്തിക്കൊണ്ടുവന്നതോ അങ്ങയുടെ കൂടെ ഉണ്ടായിരുന്നവരൊക്കെ അങ്ങയെ കവിഞ്ഞ് മുന്നോട്ടങ്ങ് പോയി. അങ്ങ് താഴ്ന്ന് കൊണ്ടുവന്ന SFIയിലൊക്കെ ആയിരുന്നപ്പോൾ കൊണ്ടുവന്നവർ പോലും സ്റ്റേറ്റ് കമ്മിറ്റിയിലെത്തി. പക്ഷെ താങ്കൾ മാത്രം ജില്ലാ സെക്രട്ടേറിയറ്റിൽ ഇരിക്കുകയാണ്. പിന്നീട് ഒരു തവണ ജില്ലാ പഞ്ചായത്തില് അങ്ങേ സ്ഥാനാർത്ഥിയാക്കേണ്ട ഒരു സന്ദർഭം വന്നപ്പോൾ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അങ്ങ് പിന്മാറേണ്ടി വന്നു. പിന്നെ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ അങ്ങ് ജില്ലാ സെക്രട്ടേറിയറ്റിൽ എനിക്ക് മത്സരിക്കണം എന്ന് പറഞ്ഞു എന്നാണ് അറിയുന്നത്. അപ്പൊ ഇത്തരം ഒരു വല്ലാത്തൊരു ഈ 50 കൊല്ലമായി എനിക്കൊന്നും ആകാൻ കഴിഞ്ഞില്ല എന്ന് പറയുന്ന ഒരു പ്രശ്നമുണ്ടായിരുന്നു അല്ലേ? എനിക്ക് അങ്ങനെ നിരാശയൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ നിങ്ങൾ ഈ പറഞ്ഞതിൽ വസ്തുതയാണ്. അതായത് ഞാൻ വളർത്തിക്കൊണ്ടുവന്നവരെ പലരും MLA ആയിട്ടുണ്ട്, സംസ്ഥാന കമ്മിറ്റി ആയിട്ടുണ്ട്, ഒക്കെ ഉണ്ട്. ഞാൻ എൻ്റെ കീഴിൽ ഞാൻ പിന്നെ പൈസ കൊടുത്ത് ഭക്ഷണവും കാര്യവും എല്ലാം മേടിച്ച് വളർത്തിക്കൊണ്ടുവന്നവരാണ് എന്ന നേതാക്കന്മാരായിട്ടുള്ളവർ. എനിക്കതിൽ ഒരു അസൂയില്ല, സന്തോഷമേ ഉള്ളൂ. കാരണം അതിലൊരു മറ്റേ കോംപ്ലക്സ് ഉണ്ടല്ലോ, പിന്നെ പെരുന്തച്ചൻ കോംപ്ലക്സ് ഒന്നും എനിക്കതിലില്ല. ഞാനത് എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഞാൻ എൻ്റെ കീഴിൽ ഇപ്പോൾ സുമേഷ് MLA ആണ്, 2 തവണയായി. 2ാമത്തെ തവണ ഇപ്പോൾ MLA, ഇപ്പം കഷ്ടിച്ച് ജയിച്ചിരുന്നു. 2ാമത്തെ തവണ MLA ആണ് സുമേഷ്. SFIയുടെ സംസ്ഥാന പ്രസിഡന്റ് കോടിയേരി എന്നോട്, ഞാൻ ഏരിയ സെക്രട്ടറി, കോടിയേരി എന്നോട് അഭിപ്രായം ചോദിച്ചു. കോടിയേരി ചോദിച്ചു, ഞാൻ പറഞ്ഞത് നല്ല പയ്യനാണ്, അങ്ങനെ അവൻ സംസ്ഥാന പ്രസിഡൻ്റാവുന്നു. അവൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റായത് ഞാൻ നിമിത്തമാണ്. എന്താണെന്ന് വെച്ചാൽ ജില്ലാ പഞ്ചായത്തിൽ ആ ഘട്ടത്തിൽ പഞ്ചായത്ത് മത്സരിക്കാൻ വേണ്ടിയിട്ട് പഞ്ചായത്ത് പ്രസിഡൻ്റായി എന്നെയാണ് പാർട്ടി സെക്രട്ടേറിയറ്റ് ഏകകണ്ഠമായിട്ട് തീരുമാനിച്ചത്. പക്ഷേ അന്നേരം ജില്ലാ സെക്രട്ടറി P. ജയരാജനാണ്. അവിടെ ഒരു കുബുദ്ധി പ്രയോഗിച്ചു. ജയരാജൻ ഒരു അഭിപ്രായം പറഞ്ഞു. എന്താണെന്ന് വെച്ചാൽ അന്ന് നമ്മളെ കാരായി രാജൻ എറണാകുളം ജില്ലയിൽ താമസിക്കുക കേസിൽ പെട്ടിട്ട്. അപ്പോൾ ഇതെല്ലാവരും തീരുമാനമായപ്പോൾ ജയരാജൻ ഒരു അഭിപ്രായം പറഞ്ഞു, അല്ല നമുക്ക് രാജന് ഇങ്ങനെ സ്ഥാനാർത്ഥിയാക്കി കഴിഞ്ഞാൽ രാജനെ നമുക്ക് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ വേണ്ടി കഴിയും, അത് വെച്ചിട്ട് രാജനെ ജില്ലയിൽ നിന്ന് കൊണ്ടുവരാൻ വേണ്ടി കഴിയുന്നത്. അപ്പോൾ എല്ലാവരും അന്നേരം അഭിപ്രായം ഇതിനോട് യോജിച്ചിട്ട്. പക്ഷേ അന്നേരം എല്ലാവരും ഒരു കാര്യം പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യും, 2 പേരും സ്റ്റേറ്റ് കമ്മിറ്റിക്ക് അയച്ചു. സ്റ്റേറ്റ് കമ്മിറ്റി തീരുമാനിക്കേണ്ടത് ജില്ലാ പ്രസിഡന്റ് ആരായിരിക്കണം എന്നുള്ളത്. അപ്പോൾ സ്റ്റേറ്റ് കമ്മിറ്റിക്ക് അയച്ചു എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഈ 2 പേരും അയക്കാൻ വേണ്ടി തീരുമാനിക്കുന്നത്. ഞാൻ അഭിപ്രായം പറഞ്ഞു, ഒരു കാരണവശാലും എൻ്റെ പേരെ അയക്കണ്ട, ഞാൻ മത്സരിക്കില്ല. കാരണം ഞാനും രാജനും വളരെ സൗഹൃദമുള്ളവരാണ്. ഈ 2 പേരും അയച്ചിട്ട് ഒരാളെ തീരുമാനിച്ചു വന്നാൽ മറ്റേ എന്താ തോന്നുന്നു, ഞാനാണെന്ന് വിത്താണ് അല്ലാണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഒരു കാരണവശാലും ഞാൻ മത്സരിക്കില്ല. ഞാൻ പിന്നെ അവസാനം നോമിനേഷൻ കൊടുക്കാൻ പോകില്ല എന്ന് ഉറപ്പ് പറഞ്ഞപ്പോഴാണ് ഞാൻ തന്നെ വേറൊരു സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടുള്ളത്. അതിൽ പ്രധാന കാരണം ഇതാണ്. അങ്ങനെ അതിൻ്റെ ആവശ്യമില്ല. ഞാൻ അവരോട് പറഞ്ഞത്, കണ്ണൂർ ജില്ലാ പാർട്ടി എന്ന് പറഞ്ഞാൽ കരുത്തുള്ള പാർട്ടിയാണ്, ഒരാൾ നിർദ്ദേശിക്കാൻ കഴിയാത്ത പാർട്ടിയല്ല. അതുകൊണ്ട് ഒരാൾ നിർദ്ദേശിച്ചാൽ മതി, രാജ്യം പോയാൽ മതി എന്ന് പറഞ്ഞ ആളാണ് ഞാൻ. അതിൻ്റെ പേരിൽ എനിക്ക് സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റിൻ്റെ ആളുകൾ എന്നോട് വഴക്ക് പറഞ്ഞു, ഞങ്ങളല്ലേ തീരുമാനിക്കേണ്ടത്, അവിടെ തീരുമാനമായി നിങ്ങളുടെ പേരല്ലേ, നിങ്ങളെന്തിനാ മത്സരിക്കാതിരുന്നു പറഞ്ഞിട്ട് എന്നോട് EP ജയരാജനും ശ്രീമതി ടീച്ചറും കോടിയെല്ലാം പറഞ്ഞു എൻ്റെ പേരിന് തീരുമാനിച്ചു. പക്ഷേ ഞാനത് ആഗ്രഹിച്ചിട്ടില്ല. മത്സരിച്ചിട്ട് സ്ഥാനം പിടിക്കാൻ ഞാൻ പറഞ്ഞില്ല. അങ്ങനെയാണ് രാജൻ അവസാനം കോടതി എന്നെ പറഞ്ഞു, ഈ കവളിപ്പിക്കല്ലേ എന്ന് പറഞ്ഞിട്ട് ശക്തിയായിട്ട് വിമർശനം കോടതിയിൽ ഇട്ടുന്നത് പാർട്ടി ഏറ്റുവാങ്ങി ഇവരെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. അവസാനം കോടതി അത് ശക്തി നിലപാടെടുത്തപ്പോൾ പിന്നെ അതിൽ ജില്ലാ കമ്മിറ്റി എന്ന് പറയാനുള്ളത് സുമേഷാണ്. അങ്ങനെ സുമേഷ് പ്രസിഡൻ്റായത്, മനസ്സിലായില്ല. അപ്പോൾ ഇതിലൊന്നും എന്നെക്കുറിച്ച് ഈ പാർട്ടിക്കാരിൽ എന്തെങ്കിലും അവയ്ക്കാതെ പറയുന്നുണ്ടെങ്കിൽ അതിലൊന്നും ഒരു കഴമ്പും അതിൽ ഇല്ല. ഞാൻ ഈ പറഞ്ഞ മാതിരി ഒക്കെ ചെയ്യുമ്പോൾ തന്നെ ഒരുപാട് ആളുകൾ എൻ്റെ കീഴിൽ ഞാൻ വളർത്തിയെടുത്ത ആളുകൾ ഉയർന്ന സ്ഥാനങ്ങളിൽ പോയിട്ടുണ്ട്. എനിക്ക് അതൊരു അസൂയ അതിലുണ്ടായില്ല. പക്ഷേ എനിക്ക് കുറേ സ്ഥാനങ്ങൾ തന്നെന്ന് പറഞ്ഞല്ലോ. എന്തൊക്കെ സ്ഥാനങ്ങൾ തന്നെന്നറിയോ? പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റായിട്ടുണ്ട്. പിന്നെ ഇവിടെ പൊതുമേഖലാ ഒരു കാർഷിക ബാങ്ക് ഉണ്ടായിരുന്നു, അത് ഞാൻ EP ജില്ലാ സെക്രട്ടറിയാണ്. ആ ബാങ്കിൻ്റെ പ്രസിഡൻ്റാക്കിയിട്ടുണ്ട്. പിന്നെ ഒരു ചൈന ക്ലേ എന്ന് പറഞ്ഞ സ്ഥാപനം ഉണ്ടായിരുന്നു, അത് ആർക്കും വേണ്ട, ഒരാൾ തൊഴിലാളികൾ ആത്മഹത്യയിലേക്ക് വന്നതാണ്. അതിന്ന് മെച്ചപ്പെട്ട സ്ഥാപനമാക്കി ഞാൻ മാറ്റി. ഞാൻ എടുക്കാൻ തയ്യാറായിട്ടില്ല, അവസാന പാർട്ടി നിർബന്ധിച്ചെടുത്തതാണ്. പക്ഷേ ഇന്ന് ഏറ്റവും വലിയ മെച്ചപ്പെട്ട സ്ഥാപനമാക്കി മാറ്റി. ഇന്ന് കേരളത്തിലെ ലാഭം ഉണ്ടാക്കുന്ന പോലെ സ്ഥാപനം, അത് വലിയ സ്ഥാപനമാക്കിയിട്ടാണ് ഞാൻ മാറ്റി. അത് ഞാൻ ഇന്നും അഭിമാനത്തോടെ ഞാൻ ഓർക്കുന്നൊരു കാര്യമാണ്. കാരണം അതിൽ ഒരു ഘട്ടത്തിൽ പിന്നെ ഒരു വലിയ എൻ്റെ ജീവിതത്തിൽ മറക്കാൻ കഴിയാത്തൊരു അനുഭവം ഉണ്ടായി. അവിടുത്തെ തൊഴിലാളികളാകെ നിരാശരായിട്ട് ആത്മഹത്യയുടെ വക്കിലാണ്, പണിയില്ല, ഒന്നുമില്ല. അപ്പോൾ അങ്ങനെ എനിക്ക് ഘട്ടത്തിൽ തന്നെ അവിടെ എത്തിയത്.
ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ നിങ്ങൾക്ക് പിന്നെ എല്ലാവർക്കും ജോലിയും തരും, ശമ്പള പരിഷ്കരണം നടപ്പിലാക്കിയിട്ട് ഞാൻ പോകുന്നൊക്കെ പറഞ്ഞു. ഞാൻ കുറേ കാര്യങ്ങളെ കണ്ടു. അങ്ങനെയായിട്ടാണ് ഒരു പിന്നെ ചകരി ഫാക്ടറി അതിൻ്റെ കീഴിൽ കൊണ്ടുവന്നു. അത് ഐസക്ക് വന്നിട്ട് കണ്ട് തന്നതല്ല. 5 കോടി റുപ്യ ഒരു വലിയ സംഭവമായിരുന്നു. അതിൻ്റെ ഉദ്ഘാടനം അന്ന് EPA വ്യവസായ മന്ത്രിയായപ്പോൾ ഉദ്ഘാടനം. ആ ഉദ്ഘാടന ദിവസം ഒരു പ്രായമുള്ള ഒരു സ്ത്രീ തൊഴിലാളി അവിടെ മാടായി കാവ് ഒരു കാവുണ്ട്, ആ കാവിൽ പോയി ഗണപതി ഹോമം കഴിച്ചു. എന്നിട്ട് ഈ ഗണപതി ഹോമം കഴിച്ചില്ല, ഗണപതി ഹോമത്തിൻ്റെ ഇതുണ്ടല്ലോ നിർവ്വഹണം നല്ല ടേസ്റ്റുള്ളതാണ്. ഇതെല്ലാവർക്കും കൊണ്ടു കൊടുക്കുന്നത്, നമുക്ക് കൊണ്ടുവന്ന് EP കൊണ്ടുവന്ന് അങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ EP ചോദിച്ചു, അല്ല എന്താ ഇതൊരു ഗണപതി ഹോമല്ലോ? അന്നേരം അവർ പറഞ്ഞെന്താ അറിയോ, ഈ ചെയർമാൻ്റെ ആയുസിന് വേണ്ടിയിട്ടാണ്. സത്യത്തിൽ ഞാൻ കരഞ്ഞു പോയ ദിവസമായിരുന്നു. ഒരു കമ്പനിയിലെ പിന്നെ ചെയർമാൻ ഒരു തൊഴിലാളി ആയുസ് നേർന്നിട്ട് ഇത് ജയരാജൻ എന്ത് ചെയ്തു, ഈ ഉദ്ഘാടനത്തിൽ പൊതു സ്റ്റേജിലൊക്കെ പ്രസംഗിക്കുകയും ചെയ്തു. അപ്പോൾ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ, ഇന്നും പറയുമ്പോൾ എൻ്റെ കണ്ണിൽ വെള്ളം നിറയുന്ന ഒരു സംഭവം. അങ്ങനെയായിരുന്നു ആ വ്യവസായം. ഇന്നത് മെച്ചപ്പെട്ട വ്യവസായമാക്കി മാറ്റി. ഞാനെടുക്കാൻ തീരായിട്ടില്ല, തന്നു തന്നതാണ്. പിന്നെ അവരുടെ പരിയാരം മെഡിക്കൽ കോളേജ്, ആ പരിയാരം മെഡിക്കൽ കോളേജ് എങ്ങനെയാണ് അതിൻ്റെ ചെയർമാൻ ആയതെന്ന് പറഞ്ഞാൽ അതൊരു പ്രത്യേക സാഹചര്യത്തിലാണ്. വേറെ ആരും അതിലില്ല ആവാൻ. പാർട്ടി സ്റ്റേറ്റ്മെൻ്റ് ആളുകളുണ്ട്, അവരേ ആവുള്ളൂ, ആരും ഇല്ല. അങ്ങനെ ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ പരിയാരം മെഡിക്കൽ കോളേജിൻ്റെ അധികാരം നമ്മുടെ കയ്യിൽ വന്നതെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല. അങ്ങനെയാണ് വന്നത്. ആരും പാർട്ടി എനിക്കൊരു ഉയർന്ന സ്ഥാനം നൽകണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഒരു സ്ഥാനം എനിക്ക് പാർട്ടി നൽകിയിട്ടില്ല. ചെറിയ ചെറിയൊക്കെ നൽകിയിട്ടുണ്ട്, ഇല്ല ഈ പറയുന്നതൊക്കെ നൽകിയിട്ടുണ്ട്. തടസ്സം എന്ന് പറഞ്ഞാൽ അങ്ങനെ ആരും ഒരു വ്യക്തി തടസ്സമാകുന്നതെന്ന് എനിക്ക് അഭിപ്രായമില്ല. ഏതൊക്കെ ഒരു വ്യക്തിയാണ് തടസ്സം നിന്ന് ഞാൻ ആരുടെയും മുമ്പിൽ പോയി ഓച്ചാനിച്ചിരിക്കാറില്ല. അത് എൻ്റെ ഒരു ശീലമാണ്. അതിപ്പോഴും പാർട്ടിക്കാർ പറയും, ഞാൻ പറയാനുള്ളത് പറയും. അത് പിണറായി ആയാലും പറയും, ആരായിരുന്നാലും പറയാനുള്ളത് പറയും. ആരുടെടുത്തും ഞാൻ പോയിട്ട് ഇന്ന് ഓച്ചാനിച്ച് നിന്നിട്ടില്ല. പാർട്ടിക്കകത്ത് അത്ര പ്രവണത വന്നിട്ടുണ്ട്. ആര് പോയി അവരുടെ മുമ്പ് പോയി നിൽക്കുക, ഓഫീസിൽ പോയിരിക്കുക, അവർ പറമ്പിച്ചിരിക്കുക, ഈ പറയുന്ന രീതിക്കാരൊക്കെ ഉണ്ടായിട്ടുണ്ട്. അവരൊക്കെ പ്രൊമോഷനായി പോവുകയും ചെയ്തിട്ടുണ്ട്. ഞാൻ ഇതിനൊന്നും നിൽക്കുന്നൊരു കക്ഷിയല്ല. അതുകൊണ്ട് ഞാൻ അവഗണിക്കപ്പെട്ടെന്ന് കരുതുന്ന ഒരാളായിരുന്നു. പക്ഷേ അത് എൻ്റെ ഒരു ദൗർബല്യമായിട്ട് പോരാവില്ല. അത് ഞാൻ അതിൽ ഞാൻ ഒട്ടും ഇന്ന് ഖേദിക്കുന്നുമില്ല. ഇന്ന് വരെ ഞാൻ ഒരാളെ മുമ്പിലും പോയിട്ട്, ഒരു നേതാവിൻ്റെ മുമ്പിലും പോയിട്ട് ഞാൻ യാചിക്കുകയോ യോച്ചാനിച്ച് നിൽക്കുകയോ അല്ലെങ്കിൽ ഇവരെ ചെയ്തിട്ടില്ല. അത് എൻ്റെ ജീവിതത്തിൽ രാഷ്ട്രീയത്തിൽ എനിക്കെതിരായി വന്നിട്ടുണ്ടെന്നുള്ള ഉറച്ച വിശ്വാസക്കാരനാണ്. പിന്നെ ഞാൻ നല്ല വിമർശനം പാർട്ടി നടത്തുകയും ചെയ്യാറുണ്ട്. ഈ വിമർശനം എനിക്ക് വലിയ ശത്രു ഉണ്ടാക്കുക. അതല്ല എന്നോട് ചില എൻ്റെ സഹാക്കളുടെ പറയും, നിങ്ങളൊന്നും മിണ്ടാണെന്നാണ്, നിങ്ങളെന്തിനാണ് ഈ പറഞ്ഞിട്ട് വെറുതെ വിരോധം സമ്പാദിക്കുന്നത്. ഈ ഗോവിന്ദ മാഷൊക്കെ ഒരു കമ്മിറ്റിയിൽ ഞാൻ ശക്തിയായിട്ട് വിമർശിച്ചിട്ട് അത് സെക്രട്ടറിയേറ്റ് വരെ റിപ്പോർട്ട് ചെയ്യുന്ന അയാളുടെ പ്രസംഗത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു, നിങ്ങൾ പ്രസംഗം ജനങ്ങൾക്ക് ഇഷ്ടമല്ല മാഷേ, അതല്ല പ്രസംഗം, അങ്ങനെയല്ല വേണ്ടത്. ജനങ്ങൾക്ക് ലളിതമായ രീതിയിൽ അതാത് കാലത്തെ രാഷ്ട്രീയ വ്യക്തത ഉണ്ടാക്കി കൊടുക്കലാണ് പ്രസംഗം. നിങ്ങൾ ഈ തത്വജ്ഞാനം പോയി ജനങ്ങളോട് പറഞ്ഞിട്ട് എന്ത് കാര്യമാണ്? ഞാൻ മാഷമായിട്ട് വലിയ തർക്കമുണ്ടായിരുന്നു. മാഷ് പറഞ്ഞിട്ടുണ്ട്, ഞാൻ പറഞ്ഞു നിങ്ങൾ നിലപാട് എൻ്റെ നിലപാട് ഞാനീ പറഞ്ഞത് എന്ന് പറഞ്ഞു. മാഷ് ഞാൻ തർക്കമുണ്ടായിരുന്നു. ഇത് സ്റ്റേറ്റ് കമ്മിറ്റിയിൽ പോയിട്ടായിട്ട് പറഞ്ഞു, സ്റ്റേറ്റ് സെക്രട്ടറിയിൽ പോയി മാഷ് പറഞ്ഞു ഞാൻ എൻ്റെ നിലപാട് ജനങ്ങളെ പഠിപ്പിക്കണം, പ്രത്യശാസ്ത്രം ജനങ്ങളെ പഠിപ്പിക്കണം. എന്ത് പ്രത്യശാസ്ത്രം? ഇയാൾ വന്ന് പ്രത്യശാസ്ത്രം ആർക്കും അറിയും. ഇതാണ് അതിലുള്ള ഈ തർക്കം ഉണ്ടായിരുന്നു. ഇങ്ങനെ ചില കാര്യങ്ങൾ. അതുപോലെ തന്നെ ഞാൻ മാഷെ പലരും വിമർശിക്കില്ല, എല്ലാവർക്കും അഭിപ്രായമുണ്ട്, പറയില്ല. പറഞ്ഞാൽ അവൻ്റെ സ്ഥാനം പോകും, അല്ലെങ്കിൽ ഇതുമാതിരി പ്രൊമോഷനൊന്നും കിട്ടില്ല. ഈ മാഷ് 2 തവണ MLA ആയി. ഒരു തവണ MLA ആകുമ്പോൾ ജില്ലാ സെക്രട്ടറിയാണ്. സ്വാഭാവികമായിട്ടും ഞങ്ങളൊരു രീതി വെച്ചിട്ടാണെങ്കിൽ CPMന് ഞങ്ങളെ CPM രീതി വെച്ചിട്ടാണെങ്കിൽ ജില്ലാ സെക്രട്ടറി MLA ആയാൽ ജില്ലാ സെക്രട്ടറി സ്ഥാനം രാജിവെക്കണം. മനസ്സിലായില്ല? ഇപ്പോൾ പഞ്ചായത്തിലേക്ക് ഒരാൾ മത്സരിക്കും, ലോക്കൽ സെക്രട്ടറി പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്നു. ലോക്കൽ സെക്രട്ടറി പഞ്ചായത്തിലേക്ക് മത്സരിക്കണമെങ്കിൽ എന്ത് വേണം? ലോക്കൽ സെക്രട്ടറി സ്ഥാനം രാജിവെക്കണം. അങ്ങനെ നിർബന്ധിച്ച പാർട്ടിയായത്, നമ്മൾ നടപ്പിലാക്കിയതാണ്. ഇപ്പോൾ എൻ്റെ നാട്ടിലെ ലോക്കൽ സെക്രട്ടറി രാജിവെച്ചിട്ടായിരുന്നു പഞ്ചായത്ത് ദിവസം ഉണ്ടായിരുന്നു, രാജിവെക്കണം. പക്ഷേ ഇയാൾക്ക് ഇതൊന്നും ബാധകമല്ല. ജില്ലാ സെക്രട്ടറി വേറെ ആളുണ്ടായിട്ടുണ്ട്, വേറെ ആളുണ്ട്. വി ജോയി ഉണ്ടായിട്ടുണ്ട്, പിന്നെ ഇവരുണ്ടായിരുന്നു, നമ്മുടെ വാസവനുണ്ടായിരുന്നു, അങ്ങനെ പലരും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതൊന്നും ഇവർക്ക് ബാധകമല്ല. ഇത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ MLA ജില്ലാ സെക്രട്ടറി ആയാലും MLAയോട് നീതി വരുത്തും, ജനങ്ങളോട് നീതി വരുത്താൻ പറ്റുമോ? നിങ്ങൾ അതുകൊണ്ട് രാജിവെക്കാതെന്നും ഞാൻ വിമർശിച്ചിട്ടുണ്ട്. സംസ്ഥാന സെക്രട്ടറി ആയിട്ട് MLA ആയിട്ട് ഞാൻ വിമർശിച്ചിട്ടുണ്ട്. ആരും വിമർശിക്കാൻ തയ്യാറാവില്ല, ആരും പറയാൻ തയ്യാറാവില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഈ വിരോധമല്ല എന്നോട് അദ്ദേഹത്തിന് ഉണ്ടാവുന്ന കരുതുന്ന ആളാണ്. ഞാനും അയാൾ ഒന്നിച്ച് രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിച്ചതാണ്. ഒരേ കമ്മിറ്റിയിൽ, തളിപ്പറമ്പ് ഒരേ കമ്മിറ്റിയിൽ, ഒരേ പ്രായക്കാരായ ഞങ്ങൾ, എന്നെക്കാളും 1-2 വയസ്സ് കുറവുണ്ടാകും മാഷക്ക്. പിന്നെ ഒന്നിച്ചൊരേ കമ്മിറ്റിയിൽ പ്രവർത്തനം ആരംഭിച്ചവരാണ് നമ്മൾ. അത്രയേറെ സൗഹൃദമുള്ളവരാണ് ഞങ്ങൾ. പക്ഷെ ഞങ്ങൾ ഈ രീതിയിൽ വിമർശനം വന്നപ്പോൾ അയാൾ ഉയർന്ന സ്ഥാനത്തെത്തിയപ്പോൾ ചിലപ്പോൾ അയാൾക്ക് എന്നോട് വിരോധം വന്നിട്ടുണ്ടാവും.
കാരണം ഇന്നത്തെ കാലത്ത് പിന്നെ മന്നവേന്ദ്ര വിളങ്ങുന്നു ചന്ദ്രനെ പോലെ നിൻമുഖം എന്ന് പറയുന്നതാണല്ലോ ഇഷ്ടം. അല്ലാതെ പറഞ്ഞാൽ അത് ഇഷ്ടാവില്ല.